കണ്ടാൽ കടൽ സസ്യങ്ങളുടെ കൂട്ടമായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഗാർഡൻ ഈലുകളുടെ ഒരു കോളനിയാണിത്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ മണലിൽ കുഴിയുണ്ടാക്കി അതിനുള്ളിൽ ജീവിക്കുന്ന പ്രത്യേകതരം ഈലുകളാണിവ. ഇവർക്കിടയിൽ 36 ഇനങ്ങളുണ്ട്. പ്രധാനമായും ഇൻഡോ പസഫിക് മേഖലയിലാണ് ഇവ കാണപ്പെടുന്നത്. ശക്തമായ വാലുപയോഗിച്ച് മണൽ തുരന്നാണ് ഇവർ മാളങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവരുടെ മാളങ്ങൾ നല്ല ഉറപ്പുള്ളതാണ്. ഗാർഡനിൽ അതിൻ്റെ ചർമ്മത്തിൽ നിന്ന് ഒട്ടിപ്പിടിക്കുന്ന ഒരുതരം മ്യൂക്കസ് സ്രവിക്കും. ഈ മ്യൂക്കസ് മണൽത്തരികളെ സിമന്റ് പോലെ ഒട്ടിച്ചു നിർത്തും. അതുകൊണ്ട് തന്നെ മണലിടിഞ്ഞു വീണ് മാളം തകരില്ല. വാൽ മാളത്തിനകത്ത് ഒരു നങ്കൂരം പോലെ നിർത്തി തലയുൾപ്പെടെയുള്ള ബാക്കി ശരീരഭാഗം മാളത്തിന് പുറത്തേക്ക് ഉയർത്തിവച്ച് അവർ ഒഴുക്കിനെതിരെ നിൽക്കും. വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന പ്ലാങ്ക്ടനുകളെപ്പോലുള്ള സൂക്ഷ്മജീവികളെ ഇങ്ങനെ നിന്ന് പിടിച്ചെടുത്ത് അവർ ആഹാരമാക്കും. ശത്രുജീവികളെ കണ്ടാൽ ഗാർഡനിൽ അതിൻ്റെ ശരീരം മുഴുവൻ മാളത്തിനുള്ളിലാക്കി ഒളിച്ചിരിക്കും. നൂറുകണക്കിന് ഗാർഡൻ ഈലുകളുള്ള കോളനികളായിട്ടാണ് ഇവർ കാണപ്പെടുന്നത്. ജലപ്രവാഹത്തിനെതിരെ ആടിയുലഞ്ഞു നിൽക്കുന്ന ഗാർഡൻ ഈലുകളെ ഒരുമിച്ച് കണ്ടാൽ കടൽ സസ്യങ്ങളാണെന്നേ നമുക്ക് തോന്നൂ. ഗാർഡൻ ഈലുകൾ പൊതുവെ അവരുടെ മാളം ഉപേക്ഷിച്ച് പുറത്തു പോകാറില്ല. സ്വതന്ത്രമായി വെള്ളത്തിലൂടെ നീങ്ങിയാൽ മറ്റ് വേട്ടക്കാർ ഇവരെ പിടികൂടും. മാളത്തിനുള്ളിലാണെങ്കിലും ഇവർ പൂർണ്ണമായും സുരക്ഷിതരല്ല. പസഫിക് സ്നേക്ക് ഈലിനെയും ട്രിഗർ ഫിഷിനെയും പോലുള്ള വേട്ടക്കാർ മണൽ കുഴിച്ചു മാറ്റി മാളങ്ങളിൽ നിന്ന് ഇവരെ പിടികൂടും.